ഇന്ന് മുതൽ നൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ഉച്ചയോടുകൂടി ഈ ദിവസം അങ്ങോട്ട് തീരും. ഇന്നലത്തെ ഓഫിൻ്റെ ദിവസം ഞാൻ മാക്സിമം അടിച്ച് വിളിച്ചിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ ലിങ്ക് ഇട്ടിടാം, നിങ്ങൾക്ക് ഇഷ്ടമാണ് പോയി കണ്ടു നോക്കണേ. അപ്പോൾ ഇതാ ഇന്ന് മുതൽ നൈറ്റ് സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റു ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തു ഫ്രഷായി. ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നുണ്ട്. ലൈറ്റ് ഇച്ചിരി കുറവാണ്, കാരണം റൂമിനകത്ത് അപ്പു കിടന്ന് ഉറങ്ങുന്നുണ്ട്. അവളുടെ നൈറ്റാണ്. സിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുമായിരിക്കും. ഉറങ്ങുന്ന സമയത്ത് ഒരു പിന്നെ സൂചി താഴെ വീണാൽ പോലും അത് ഭയങ്കര ഡിസ്റ്റർബായിരിക്കും, കാരണം അത്രയ്ക്ക് റഷായ നൈറ്റാണ്. അപ്പോൾ ഇതാ ഞാൻ റൂമിനകത്ത് ലൈറ്റൊന്നും ഇടാണ്ടാണ് കേട്ടോ സ്കിൻ കെയർ ചെയ്യുന്നത്. സ്കിൻ കെയറിൽ കുറേ അലങ്കാര പണികളൊന്നും ഇല്ല കേട്ടോ. കുറേ കാലമായിട്ട് എൻ്റെ കൂടി 2 ആൾക്കാരാണ്. ഒന്ന് സീറവും 2 റീഇക്വൽ പിറ്റ് സ്പോട്ട് ജെല്ലും. ഇത് രണ്ടും ഏകദേശം നല്ല അടിപൊളിയായിട്ട് എൻ്റെ സ്കിന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഞാനാണെങ്കിൽ ഒരു കാലത്ത് നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് വീഡിയോസ് സെർച്ച് ചെയ്തുകൊണ്ടും അറബികളുടെയും കൊറിയൻകാരുടെയും ചൈനക്കാരുടെയും ഒക്കെ വാച്ച് ചെയ്തിട്ടുണ്ട്. കാരണം സ്കിന്ന് അതുപോലെ മോശമായിരുന്നു. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എനിക്ക് സൂട്ടാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് വല്ലാണ്ട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇതാ നമുക്ക് സൂട്ടാവുന്ന 1-2 പ്രൊഡക്റ്റ് മതി കേട്ടോ നല്ലൊരു സ്കിൻ കെയറിന് വേണ്ടിയിട്ട്. പക്ഷെ അത് കണ്ടുപിടിക്കാനും അത് സെർച്ച് ചെയ്യാനുമാണ് പാട്. കാരണം വാങ്ങിക്കുക, യൂസ് ചെയ്യുക, ഇഷ്ടമായില്ല, പ്രൊഡക്റ്റ് നമുക്ക് ചേരുന്നില്ല, നമ്മളെടുത്ത് കളഞ്ഞു, അത്രയൊന്നും കാശില്ലല്ലോ നമ്മളെ കയ്യിൽ വേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നീഡനുസരിച്ച് നമ്മൾ സെർച്ച് ചെയ്യുക. ഒരുപാട് വെളുത്ത് തൊടുക്കുന്ന ക്രീമിൻ്റെ പുറകെ പോവാതെ നിങ്ങളതൊരു അടിപൊളി ക്ലിയർ സ്കിന്നാണെങ്കിൽ ഒരു ബേസിക് മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രം മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. പിന്നെ നിറയെ വെള്ളം കുടിക്കുക. അടിപൊളിയായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ട് നിന്നോളൂ കേട്ടോ. അത് മാത്രം മതി സ്കിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി പിമ്പിൾസ് വരുന്നവരാണെങ്കിൽ പിമ്പിൾസിന് മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ട്രീറ്റ് ചെയ്യുക. ഇനി സ്കാർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഓൾഡ് സ്കാറൊക്കെ പോകാനുള്ള അങ്ങനെ ട്രീറ്റ് ചെയ്യുക. അങ്ങനെ എല്ലാം ഒരു മിക്സപ്പ് കോമ്പിനേഷൻ ആക്കാതെ നമ്മുടെ നീഡ് അനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഫുഡിലൊക്കെ ഒരുപാട് മാറ്റം വരുത്തിയപ്പോൾ പിമ്പിൾസൊക്കെ ഒരുപാട് കുറഞ്ഞു. ഇനി ചെറിയ സ്കാറും പാടുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മാറി കിട്ടണം. അങ്ങനെ എൻ്റെ ബ്രഞ്ച് ഇവിടെ കഴിഞ്ഞു. സ്മൂത്തി ആയിട്ട് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ കുറച്ച് ബുക്കൊക്കെ വായിക്കുന്നുണ്ട്, കാരണം ഞങ്ങൾക്ക് ACLS BSLൻ്റെ ഒരു ന്യൂ അപ്ഡേഷൻ്റെ ക്ലാസ് വരുന്നുണ്ട്. അതിന് ജസ്റ്റ് എന്നൊക്കെ ബുക്കൊക്കെ ഒന്ന് റിവൈസ് ചെയ്തു. അപ്പോൾ കിടന്നുറങ്ങാൻ പോവാം. ബൈ.